നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഈജിപ്തിൽ പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് മുർസിയെ അനുകൂലിച്ചും എതിർത്തും വ്യാപക പ്രകടനങ്ങൾ. സൈനിക മേധാവിയുടെ ആഭ്യന്തര യുദ്ധത്തിനായുള്ള ആഹ്വാനം ആരും അനുസരിക്കരുതെന്ന് യൂസഫുൽ കർദാവി. കുവൈത്ത് നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. രാജ്യത്താകമാനം 180 വോട്ടിംഗ് കേന്ദ്രങ്ങൾ. വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിച്ചതിന്റെ കണക്ക് നൽകാത്ത സംഘടനകളുടെ പട്ടിക ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു. ലിസ്റ്റിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ സംഘടനകളും സ്ഥാപനങ്ങളും. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ NDAക്ക് നേട്ടമെന്ന് CNN-IBN ദ ഹിന്ദു സർവേ ഫലം. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിക്ക് മുൻതൂക്കമെന്നും സർവേ ഫലം. ഈജിപ്തിൽ പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് മുർസിയെ അനുകൂലിച്ചും എതിർത്തും ഇന്ന് വ്യാപക പ്രകടനങ്ങൾ നടക്കുന്നു. മുർസിയെ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാകുന്നതിന്റെ ഭാഗമായി മുസ്ലിം ബ്രദർഹുഡും ഇടക്കാല സർക്കാരിന് പിന്തുണ പ്രകടിപ്പിക്കാൻ രംഗത്ത് വരണമെന്ന സൈനിക മേധാവിയുടെ ആഹ്വാനപ്രകാരം മുർസി വിരുദ്ധരും തെരുവിലിറങ്ങിയതോടെ ഈജിപ്ത് ആഭ്യന്തര സംഘർഷത്തിന്റെ ഭീഷണിയിലാണ്. സംഘർഷത്തിൽ ഇതുവരെ 2 പേർ കൊല്ലപ്പെട്ടു. രാഷ്ട്രീയ സമവായത്തിന് സന്നദ്ധമാവാൻ സൈന്യം നൽകിയ 48 മണിക്കൂർ അന്ത്യശാസനം തള്ളിക്കൊണ്ടാണ് പ്രക്ഷോഭം ശക്തമാക്കാൻ മുസ്ലിം ബ്രദർഹുഡ് തീരുമാനിച്ചത്. ജനാധിപത്യ സമരത്തെ ഭീഷണിയിലൂടെ തകർക്കാനാവില്ലെന്ന് ബ്രദർഹുഡ് പ്രഖ്യാപിച്ചു. ജനങ്ങളെ പ്രകോപിച്ച് രംഗത്തിറക്കുന്നത് സംഘർഷം സൃഷ്ടിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. തെരുവ് പ്രക്ഷോഭങ്ങൾക്ക് നേരെ വേണ്ടിവന്നാൽ ബലം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന് സൈന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീവ്രവാദം എന്ത് വില കൊടുത്തും അടിച്ചമർത്തുമെന്ന് ഇടക്കാല പ്രധാനമന്ത്രി ഹസ്സാം അൽ ബബ്ലാവിയും പ്രഖ്യാപിച്ചു. ഇത് വ്യാപക അടിച്ചമർത്തലിനുള്ള സൂചനയായാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഇരുവിഭാഗങ്ങളും പ്രകടനമായി തെരുവിലിറങ്ങിയതോടെ കനത്ത സൈനിക കാവലിലാണ് രാജ്യം. മുർസി അനുകൂലികൾ നസർ സിറ്റിയിലും വിരുദ്ധർ തഹരീർ സ്ക്വയറിലും സംഘടിച്ചിരിക്കുകയാണ്. നേരത്തെ മുർസി അനുകൂലികളുടെ പ്രകടനങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണങ്ങൾ നടന്നിരുന്നു. സൈനിക അട്ടിമറിക്ക് ശേഷം നടന്ന സംഘർഷങ്ങളിൽ ഇതുവരെ 200ഓളം പേർ മരിച്ചിട്ടുണ്ട്. അതിനിടെ ഈജിപ്തിൽ എതിരാളികളെ വധിക്കാൻ ഫലസ്തീൻ സംഘടനയായ ഹമാസുമായി ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് മുർസിയെ 15 ദിവസം തടങ്കലിൽ വെക്കാൻ ഇന്ന് കോടതി ഉത്തരവിട്ടു. ആരോപണം നിഷേധിച്ച ഹമാസ് വക്താവ് ഇതിന് തെളിവ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. മുർസിയെ ഉടൻ വിട്ടയക്കുകയോ കേസുകളുടെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കുകയോ വേണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ബാൻ കി മൂണും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. ഈജിപ്ത് സൈനിക മേധാവി അൽ-സിസിയുടെ ആഭ്യന്തര യുദ്ധത്തിനായുള്ള ആഹ്വാനം ആരും അനുസരിക്കരുതെന്ന് യൂസഫുൽ കർദാവി ഈജിപ്ഷ്യൻ ജനതയോട് ആവശ്യപ്പെട്ടു. അൽ ജസീറ ചാനലിലൂടെ ഈജിപ്ത് ജനതയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. بطلب من المصريين طلب يوم الجمعة الجاية لابد من نزول كل المصريين الشرفاء الأمناء. തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കാനായി എല്ലാവരും വെള്ളിയാഴ്ച ആഭ്യന്തര യുദ്ധത്തിന് തയ്യാറാവണമെന്ന് ഈജിപ്ഷ്യൻ ആർമി ചീഫ് അബ്ദുൽ ഫത്താഹ് അൽ-സിസി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ LCCയുടെ വിളിക്ക് ഉത്തരം നൽകരുതെന്നും രാജ്യത്ത് കലാപമുണ്ടാക്കാനാണ് ആർമി ചീഫ് ശ്രമിക്കുന്നതെന്നും ലോക ഇസ്ലാമിക പണ്ഡിത സഭാധ്യക്ഷൻ ഡോക്ടർ യൂസഫുൽ കർദാവി ദോഹയിൽ പറഞ്ഞു. ജനങ്ങളോട് തെരുവിലിറങ്ങാൻ പറയുന്നതിലൂടെ താനാണ് ഈജിപ്തിലെ പരമാധികാരിയെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് LCC നടത്തുന്നതെന്ന് കർദാവി ആരോപിച്ചു. ഈജിപ്തിൽ ഒരേ ഒരു വിപ്ലവം മാത്രമേ നടന്നിട്ടുള്ളൂവെന്നും അത് ജനുവരി 25 അറബ് വിപ്ലവമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനാധിപത്യ രീതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുർസിക്ക് അധികാരം തിരിച്ചു കൊടുക്കുന്നതിലൂടെ മാത്രമേ ഈജിപ്തിൽ സമാധാന അന്തരീക്ഷം തിരികെ വരികയുള്ളൂ എന്ന് കർദാവി പറഞ്ഞു. റമീസ് സത്യാറ, മീഡിയ വൺ, ഖത്തർ. തുനീഷ്യൻ പ്രതിപക്ഷ നേതാവ് മുഹമ്മദ് ബ്രാഹിമിയുടെ കൊലപാതകത്തെ തുടർന്ന് രാജ്യത്ത് ബദൽ സർക്കാരിനുള്ള ശ്രമം തുടരുമെന്ന് പ്രതിപക്ഷ മുന്നണി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മറ്റൊരു പ്രതിപക്ഷ നേതാവ് ശുക്രി ബിലേദിയും സമാനമായി കൊല്ലപ്പെട്ടിരുന്നു. വധത്തിൽ പ്രതിഷേധിച്ച് തൊഴിലാളി സംഘടന പ്രഖ്യാപിച്ച പണിമുടക്ക് പൂർണ്ണമായിരുന്നു. തുനീഷ്യൻ പ്രതിപക്ഷ നേതാവ് മുഹമ്മദ് ബ്രാഹിമിയുടെ കൊലപാതകത്തെ തുടർന്ന് രാജ്യത്ത് ബദൽ സർക്കാരിനുള്ള ശ്രമം ആരംഭിക്കുമെന്ന് അറബ് ദേശീയ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കി. പാർട്ടിയുടെ വക്താവായിരുന്നു ബ്രാഹിമി. കഴിഞ്ഞ ഫെബ്രുവരി 6-ന് പാർട്ടി നേതാവായ ശുക്രി ബിലേദും സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടിരുന്നു. النابعة عنه حكومة ورئاسة انتهت شرعيتها وبلادنا اليوم في حاجة إلى بديل جديد لإنقاذها من الانهيار. في هذا الإطار تم الاتفاق على بعث هيئة وطنية للإنقاذ. അതേസമയം ബ്രാഹിമിയുടെ കൊലപാതകത്തിൽ അന്നഹദ പാർട്ടിക്ക് പങ്കുണ്ടെന്നാരോപിച്ച് സഹോദരി രംഗത്ത് വന്നു. നേരത്തെ കൊലപാതകത്തെ പാർട്ടി അപലപിച്ചിട്ടുണ്ടായിരുന്നു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ആയിരങ്ങൾ തെരുവിലിറങ്ങി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. രാജ്യത്തെ തൊഴിലാളി സംഘടന UGTT ഹർത്താലിന് ആഹ്വാനം ചെയ്തു.
കൊലപാതകം രാജ്യത്തെ കൂടുതൽ കൂട്ടക്കൊലയിലേക്ക് നയിക്കുമെന്ന് സംഘടനാ സെക്രട്ടറി ഹുസൈൻ അബ്ബാസി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുന്നതിനിടെ ബ്രാഹ്മിയുടെ കൊലപാതകം അന്നഹദ സർക്കാരിന് കൂടുതൽ തലവേദന സൃഷ്ടിച്ചേക്കും. അന്നഹദ കൊലപാതകത്തെ അപലപിച്ചിട്ടുണ്ട്. കൊലപാതകത്തെ UN മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നവീൻ പിള്ള അപലപിച്ചു. സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. കുവൈത്ത് നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതർ. രാജ്യത്താകമാനം 180 വോട്ടിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നാളെ കാലത്ത് 8 മണി മുതൽ ആരംഭിക്കുന്ന വോട്ടെടുപ്പിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി വിവിധ മന്ത്രാലയ മേധാവികൾ ഇന്നലെ മീഡിയ സെന്ററിൽ വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന കോടതി വിധി വന്നപ്പോൾ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നതായി നീതിന്യായ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അബ്ദുൽ അസീസ് അൽ മാജിദ് പറഞ്ഞു. സുപ്രീം ജുഡീഷ്യൽ കൌൺസിൽ രൂപീകരിച്ചതും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ജഡ്ജിമാരെയും പബ്ലിക് അറ്റോർണിമാരെയും ചുമതലപ്പെടുത്തിയ കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിൽ വൈദ്യസഹായത്തിനായി പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കിടയിൽ ജലവും വൈദ്യുതിയും മുടങ്ങില്ലെന്ന് ഉറപ്പുവരുത്താൻ വൈദ്യുതി മന്ത്രാലയവും മുൻകരുതലുകൾ സ്വീകരിക്കും. വോട്ടിംഗ് കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആഭ്യന്തര മന്ത്രാലയം 11,000 ഉദ്യോഗസ്ഥരെ നിയമിച്ചതായി അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ മഹ്മൂദ് അൽ ദൂസരി പറഞ്ഞു. ബാലറ്റ് പെട്ടികളുടെ സുരക്ഷയ്ക്ക് മാത്രമായി 2,500 ഉദ്യോഗസ്ഥരാണുള്ളത്. തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഫൈസൽ അൽ മുത്തലഖീം പറഞ്ഞു. 850ഓളം മാധ്യമപ്രവർത്തകർ വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് തത്സമയം തെരഞ്ഞെടുപ്പ് വാർത്തകൾ ജനങ്ങളിലെത്തിക്കും. കുവൈത്ത് റേഡിയോ 5 പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ സ്റ്റുഡിയോകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട പ്രചരണ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈത്ത്. കുവൈത്തിൽ നാളെ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കാൻ അന്താരാഷ്ട്ര നിരീക്ഷകരും 15 രാജ്യങ്ങളിൽ നിന്ന് 30ഓളം രാഷ്ട്രീയ നിരീക്ഷകരാണ് രാജ്യത്തെത്തിയത്. ഫലം വന്ന ശേഷം പത്രസമ്മേളനം വിളിച്ച് തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുമെന്നും അറിയുന്നു. അന്താരാഷ്ട്ര സമൂഹത്തെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താനാണിതെന്നും അധികൃതർ പറഞ്ഞു. തിരിച്ചറിയൽ കാർഡ് നഷ്ടപ്പെട്ട വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പ്രത്യേക കാർഡ് വിതരണം ചെയ്യണമെന്ന് പബ്ലിക് അതോറിറ്റി ഓഫ് സിവിൽ ഇൻഫർമേഷൻ. ഇതിനായി രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ കേന്ദ്ര ഓഫീസ് പ്രവർത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ദുബായിൽ റോഡപകടങ്ങൾ പെരുകുന്നു. ഈ വർഷം മാത്രം ദുബായിൽ റോഡപകടങ്ങളിൽ കൊല്ലപ്പെട്ടത് 89 പേരാണ്. കഴിഞ്ഞ വർഷം ഇത് 49 പേരായിരുന്നുവെന്നാണ് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നത്. ദുബായ് പോലീസ് പുറത്തുവിട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 1179 പേർക്ക് ഇക്കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നടന്ന 1351 അപകടങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. 2012 മുഴുവൻ കണക്കനുസരിച്ച് 1243 ആളുകൾക്കാണ് പരിക്കേറ്റത്. 1432 അപകടങ്ങളാണ് കഴിഞ്ഞ വർഷം നടന്നത്. കാൽനടക്കാർക്ക് സംഭവിച്ച അപകടങ്ങൾ 187 ഇതിൽ തന്നെ 24 പേർ മരിക്കുകയും 189 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ തന്നെ 27 പേരുടെ നില അതീവ ഗുരുതരമായിരുന്നു. ഇതിൽ തന്നെ 5 എണ്ണം ദുബായ് മറീനയിലാണ് സംഭവിച്ചത്. ഡ്രൈവർമാരുടെ പരിചയസമ്പത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കനുസരിച്ച് 1 വർഷത്തെ പരിചയമുള്ളവർ വരുത്തിയ അപകടങ്ങൾ 86 എണ്ണമാണ്. ഇതിൽ 139 പേർക്ക് പരിക്കേറ്റു, 4 പേർ മരിച്ചു. 1 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർ വരുത്തിയ അപകടങ്ങൾ 68, അതിൽ പരിക്കേറ്റവർ 105, മരിച്ചവർ 10. 2 വർഷത്തിന് മുകളിൽ പരിചയസമ്പത്തുള്ള ഡ്രൈവർമാർ വരുത്തിയ അപകടങ്ങൾ 78, പരിക്കേറ്റവർ 110, മരിച്ചവർ 6. 16 വർഷത്തിന് മുകളിൽ പരിചയമുള്ള ഡ്രൈവർമാർ ഉണ്ടാക്കിയ അപകടങ്ങൾ 65, അതിൽ 91 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, 11 പേർ മരിച്ചു. ഇതിനു പുറമെ ലൈസൻസ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാക്കിയ അപകടങ്ങൾ 23 എണ്ണമാണ്. 29 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, 3 പേർ മരണമടഞ്ഞു. സൈക്കിൾ യാത്രക്കാരുണ്ടാക്കിയ അപകടം 11 പേർക്ക് പരിക്കേൽക്കുകയും 2 പേർ മരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ അപകടനിരക്ക് ഗണ്യമായി കൂടുന്നതിനെ ആശങ്കയോടെയാണ് അധികൃതർ നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. കഴിഞ്ഞ 7 മാസമായി ഇറാൻ ജയിലിൽ കഴിയുന്ന 3 മലയാളികളുടെയും മോചനത്തിനായി പിഴസംഖ്യ അടയ്ക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. ഇവരോടൊപ്പം തടവിലായ 16 തമിഴ്നാട്ടുകാരുടെ മോചനത്തിനായി കേരളം തുടരുന്ന അതേ മാതൃക തന്നെ പിന്തുടരുമെന്ന് തമിഴ്നാടും അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട് ഫിഷറീസ് സെക്രട്ടറി വിജയകുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. ഇറാൻ സമുദ്രാതിർത്തി ലംഘിച്ചതിനെ തുടർന്ന് 6 മാസം തടവും $5,750 പിഴയുമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ടെഹ്റാൻ കോടതി വിധിച്ചത്. 2007 ഖത്തറിൽ നടപ്പാക്കിയ കർശന ട്രാഫിക് നിയമം വലിയ തോതിൽ പ്രയോജനപ്പെട്ടുവെന്ന് ട്രാഫിക് ചീഫ് മുഹമ്മദ് സഅദ് അൽ ഗർജി പറഞ്ഞു. ഇത് റോഡപകടങ്ങളുടെ എണ്ണത്തിൽ 45% കുറവ് വരുത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലിയ തോതിൽ പിഴ ചുമത്തിയതിനെതിരെ പലരും രംഗത്ത് വന്നിരുന്നെങ്കിലും നിയമം കർശനമാക്കിയതിനാൽ വാഹനമോടിക്കുന്നതിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കാൻ തുടങ്ങിയതായി അൽ ഗർജി വ്യക്തമാക്കി. ദുബായ് KMCCയുടെ സേവനങ്ങൾക്കായി സബക്കയിൽ പുതിയ കോൺസൽ സെന്റർ തുറന്നു. ഇന്ത്യൻ കോൺസുൽ ജനറൽ സഞ്ജയ് വർമ്മ ഉദ്ഘാടനം ചെയ്തു. പുതിയ സൗകര്യം വഴി മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനാകാതെ കെട്ടിക്കിടക്കുന്നതായി പരാതി. ഇന്ത്യൻ എയർപോർട്ട് അതോറിറ്റിയുടെ പുതിയ ഉത്തരവാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ തടസ്സമാകുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ പല കാരണങ്ങൾ തടസ്സമാവാറുണ്ട്. എന്നാൽ ഇന്ത്യൻ എയർപോർട്ട് അതോറിറ്റിയുടെ പുതിയ ഉത്തരവാണ് ഇപ്പോൾ പ്രധാന തടസ്സം. ഉത്തരവിലെ മരണകാരണം രേഖപ്പെടുത്തണമെന്ന പുതിയ വ്യവസ്ഥയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. 2 ആഴ്ച മുമ്പായിരുന്നു മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത് ഇന്ത്യൻ എയർപോർട്ട് അതോറിറ്റി ഉത്തരവിറക്കിയത്. ഇതുപ്രകാരം മൃതദേഹം കൊണ്ടുപോകുന്നതിനാവശ്യമായ രേഖകളിൽ മരണകാരണം വ്യക്തമാക്കണം. ഇത് പ്രധാനമായും ബാധിക്കുന്നത് ഒമാനെയാണ്. സ്വാഭാവിക മരണം സംഭവിക്കുന്ന കേസുകളിൽ ഒമാനിൽ മരണകാരണം രേഖപ്പെടുത്താറില്ല. എന്നാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ തിരിച്ചറിയൽ പ്രശ്നങ്ങളാണ് മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ തടസ്സമാവുന്നത്. തിരിച്ചറിയൽ കാർഡോ മറ്റ് രേഖകളോ കൈവശമില്ലാത്തവരും അനധികൃതമായി ഗൾഫിലെത്തുന്നവരുടെ മൃതദേഹവുമാണ് ആശുപത്രികളിൽ കുടുങ്ങിക്കിടക്കുന്നത്. തിരിച്ചറിയാൻ വൈകിയ കാരണത്താലുള്ള ഒരു സംഭവം ഉണ്ട്. രണ്ടാമത്തെ ഒന്നുള്ളത് ബോഡി എന്ത് കാരണത്താലാണ് മരിച്ചു എന്ന് വ്യക്തമായ ഒരു റിപ്പോർട്ടില്ലാത്ത അവസ്ഥയിൽ ബോഡി ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രയാസങ്ങളുണ്ട്. പ്രവാസികൾ നമ്മളെ ഡ്യൂട്ടിക്കിടയിൽ നമ്മൾ അന്വേഷണത്തിന് മാത്രം കാണിച്ചു കൊടുക്കുന്ന ഒരു സാധനമായിട്ടാണ് നമ്മൾ തിരിച്ചറിയൽ കാർഡുകൾ, ബത്താക്ക, ഇക്കാമ പോലുള്ള സാധനങ്ങൾ നമ്മൾ കരുതാറുള്ളത്. അതിന് പകരം അത് നമ്മുടെ ഒരു ബോഡിയിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള സാധനമായിട്ട് ഒരു ഐഡന്റിഫിക്കേഷൻ നമ്മൾ പേഴ്സിലോ മറ്റോ നമ്മൾ സ്ഥിരമായി കരുതുന്നത് നന്നായിരിക്കും. നിരവധി സാമൂഹിക പ്രവർത്തകർ മൃതദേഹം നാട്ടിലെത്തിക്കാനും മറ്റ് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തയ്യാറാണെങ്കിലും ഇത്തരം തടസ്സങ്ങൾ എപ്പോഴും അവർക്ക് മുന്നിലെ പ്രതിസന്ധിയാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. നീലഗിരി ചെമ്പോടി അലിപ്രത്തോടി അലി ഹൃദയാഘാതത്തെ തുടർന്ന് ദമ്മാമിൽ നിര്യാതനായി. ഇന്ന് പുലർച്ചെ 2 മണിയോടെ അസിസിയ താമസ സ്ഥലത്ത് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അൽക്കോപാറിലെ കെട്ടിട നിർമ്മാണ കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു ഇദ്ദേഹം. ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുറാൻ അവാർഡ് പ്രോഗ്രാമിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന റമളാൻ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി നാളെ അബ്ദുസമദ് സമദാനിയുടെ പ്രഭാഷണം നടക്കും. രാത്രി 10 മണിക്ക് മാനവികതയുടെ പ്രവാചകൻ എന്ന വിഷയത്തിൽ കിസൈസ് ജമിയത്തുൽ ഇസ്ലാഹി ഓഡിറ്റോറിയത്തിലാണ് പ്രഭാഷണം. വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിച്ചതിന്റെ കണക്ക് നൽകാത്ത സംഘടനകളുടെ പട്ടിക ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു. ലിസ്റ്റിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ സംഘടനകളും സ്ഥാപനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിച്ച രാജ്യത്തെ സ്ഥാപനങ്ങളിൽ 2ാം സ്ഥാനം കേരളത്തിലെ ബിലിവേഴ്സ് ചർച്ചിനാണ്. KP യോഹന്നാന്റേതാണ് ബിലിവേഴ്സ് ചർച്ച്. 160 കോടി രൂപ. ഇതിൽ 88 കോടി രൂപയാണ് ചെലവാക്കിയത്. അമൃതാനന്ദമയി മഠം 61 കോടി രൂപ സംഭാവന സ്വീകരിച്ചു. ഇന്ത്യയിൽ സംഭാവന സ്വീകരിച്ച ജില്ലകളുടെ കണക്കെടുത്താൽ 5ാം സ്ഥാനത്ത് പത്തനംതിട്ടയാണ്. സംസ്ഥാനത്ത് വിവിധ മതസംഘടനകളും സ്ഥാപനങ്ങളും സംഭാവനകൾ സ്വീകരിച്ച കണക്കുകൾ സർക്കാരിന് നൽകിയിട്ടില്ല. അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സംഭാവന ഇന്ത്യയിലെത്തിയത്. 2009-2010 വർഷത്തിൽ 891 കോടി രൂപയും 2010-2011 വർഷത്തിൽ 873 കോടി രൂപയും സംഭാവനയായി കേരളത്തിലെത്തി. കേരളത്തിൽ നിന്ന് 1586 സ്ഥാപനങ്ങൾ ലഭിച്ച സംഭാവനകളുടെ വിശദാംശങ്ങൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 20 ലക്ഷം സ്ഥാപനങ്ങളിലെ 2% സ്ഥാപനങ്ങൾക്ക് വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാൻ അർഹതയുള്ളൂ. ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. രാജ്യത്ത് ഇത്രയധികം സംഘടനകൾ വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കുന്നുണ്ടെന്ന വാർത്ത അതീവ പ്രാധാന്യത്തോടെയാണ് സർക്കാർ കാണുന്നത്. ലിജോ വർഗീസ്, മീഡിയ 1, ഡൽഹി.